കൃഷ്ണരാജ്, ഇനി നമ്മൾ നേരെ വയനാടേക്കാണ്. സിദ്ധാർത്ഥനെ മറ്റൊരു അനാസ്ഥയുടെ സംരക്ഷണ കവചത്തിന്റെ കൂടി. യെസ്, അതായത് ആ അമ്മ ഇപ്പോഴും എത്ര വേദനയോടാണ് പ്രതികരിക്കുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ അമ്മ അവർ എല്ലായ്പ്പോഴും പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കൃത്യമായി എല്ലാം ആ വേദന ഉള്ളിൽ ഉറപ്പിച്ച് തന്നെ എല്ലാം തുറന്നു പറയുകയാണ്. പറയാനുള്ളതെല്ലാം പറയുകയാണ്. ഇന്നിപ്പോൾ പറഞ്ഞത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് നീതിക്ക് വേണ്ടി. സിദ്ധാർത്ഥ് അത്രമേൽ വേദന അനുഭവിച്ചിട്ടുണ്ട്. റാഗിംഗ് എന്ന പേരിൽ SFI പ്രവർത്തകർ നടത്തിയത് ക്രൂരതയാണ്, നരനായാട്ടെന്ന് പറയാം. ഈ സിദ്ധാർത്ഥിനെ അടിവസ്ത്രത്തിൽ മാത്രം നിർത്തി പരസ്യ വിചാരണ ചെയ്യുന്നു, ബെൽറ്റ് ഉപയോഗിച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്നു, ഈ ഫോണിൻ്റെ ചാർജർ ഉപയോഗിക്കുന്നു. ഈ സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം സമയത്ത് ദേഹത്ത് മുഴുവൻ മുറിവുകളാണ്. സിദ്ധാർത്ഥ് സ്വയം ഉണ്ടാക്കിയതല്ല. ഈ 18 SFI പ്രവർത്തകർ പിന്നീട് സംസ്ഥാന സർക്കാർ അവർക്ക് സംരക്ഷണ കവചമൊരുക്കി അവർക്ക് തുടർ പഠനത്തിന് അനുവാദം നൽകി. അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ CPM നേതാവും MLA-യുമായ ശശീന്ദ്രൻ ഈ മജിസ്ട്രേറ്റ് ഓഫീസിലെത്തി ഈ പ്രതികളെ കണ്ടു എന്നതൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോഴും ആ വീട്ടുകാർക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. 2 വർഷം പിന്നിടുകയാണ്. ആ ഒരു ഭാവിയുടെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഭാവി അവനിലായിരുന്നു. എന്തായാലും 2 വർഷം പിന്നിടുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. റാഗിങ്ങിനിരയായി മരിച്ച JS സിദ്ധാർത്ഥന്റെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട്. മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന സംഭവത്തിൽ ഇതുവരെ നീതി ലഭിച്ചില്ല എന്ന് ആവർത്തിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെന്ന് കുടുംബം പറയുന്നു. CBI അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ഗവർണറുടെ ഇടപെടൽ ആശ്വാസമായെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ജനം TVയോട് പറഞ്ഞു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് മരണമടഞ്ഞിട്ട് ഇന്ന് 2 വർഷം തികയാണ്. കുടുംബം നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ 2 വർഷം നമുക്കിപ്പോൾ ഇന്നലെ 2 വർഷം എന്നുള്ളൊരു തോന്നലില്ല. എന്തായി പിന്നീടുള്ള കാര്യങ്ങൾ? ഇപ്പോൾ CBIയുടെ കേസ് നടക്കുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് വാർഡനും നമ്മുടെ ഡീനും തിരികെ കയറി. അപ്പോൾ അവർക്കൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റത്തോടു കൂടിയുള്ള സസ്പെൻഷനിലാണ് അവസാനം വന്ന് നിന്നത്. കുട്ടികൾ 19 കുട്ടികളും പുറത്താണ്. ഇപ്പോൾ 2 വർഷമായി, 3 വർഷത്തേക്ക് 2 വർഷമായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു? അതിപ്പോൾ നമുക്ക് തുടക്കം മുതലേ അവർ ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനിറങ്ങിയിരുന്നാലും അതിനെ ഒന്നുകിൽ എതിർക്കും അല്ലെങ്കിൽ അതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കും. അപ്പോൾ ആദ്യം കുട്ടികളെയും ഡീനിനെ അസിസ്റ്റൻ്റ് പറഞ്ഞും തിരികെ എടുക്കാൻ വേണ്ടി തീരുമാനമുണ്ടായി ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി തലത്തിൽ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഗവർണറെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണമാണ് അത് റദ്ദാക്കിയ ശേഷം കോടതി ഒരു അന്വേഷണം, രണ്ടാമതൊരു അന്വേഷണം നടത്തി. അതിൽ ഇവരെല്ലാവരും കുറ്റക്കാരാണെന്ന് തെളിയപ്പെട്ടതുമാണ്. എന്നിട്ട് ഇപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞ ഡീനിനെ തിരികെ എടുത്തിരിക്കുന്നു. ഒരു തരം താഴ്ത്തൽ, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം, അവർക്ക് അടുത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം. 2 വർഷം പിന്നിടുമ്പോഴും നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല, നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇതിലൂടെ പറയേണ്ടത്? CBIയുടെ കയ്യിൽ കേസ് നടക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും സത്യം ജയിക്കുമല്ലോ. ഞങ്ങളതിൻ്റെ ബേക്കിൽ നിന്ന് തന്നെ ഉണ്ട്. ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളവർ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് പ്രാഥമികമായിട്ട് തന്നെ അറിഞ്ഞതാണ്. അവരാണല്ലോ ബാധിക്കുന്നത്. അവരെ തിരികെ എടുക്കുന്നതിന് വേണ്ടിയും ഇപ്പോൾ അന്ന് സച്ചിൻ ദേവ് MLA ആണ് ഡീനെയും അസിസ്റ്റൻ്റ് പറഞ്ഞേയും തിരികെ എടുക്കാൻ വേണ്ടി അവിടെ നടത്തിയ പ്രകടനങ്ങൾ അതിപ്പോൾ എല്ലാവരും അറിയാന്നുള്ളതാണ്. അതുപോലെ ബാക്കി കുട്ടികളുടെ പാരൻസ് എല്ലാവരും ഇപ്പോഴും അതിൽ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു അക്ഷയ്, ഒരു ദേവരാഗ്, ഒരു ബിൻസിയ, ഈ ദേവരാഗിൻ്റെയും ബിൻസിയുടെയും പാരൻസിൽ ഓരോരുത്തർ കളക്ട്രേറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ വയനാട്ടിലുള്ളത്, ഒരാൾ തൃശ്ശൂരിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഒരിടത്തും പറയപ്പെട്ടിട്ടില്ല കേസിൽ, ഒരിടത്തും അവർ നേരിട്ട് പങ്കാളികളാണിതിൽ. അപ്പോൾ എനിക്കറിയാമെന്നുള്ളതാണ്. അക്ഷയ്ക്ക് 3 ദിവസവും എന്നെ വിളിച്ച് പറ്റിച്ചതാണ്. അപ്പോൾ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബിൻസിയ, അവളിപ്പോൾ തൃശ്ശൂരുള്ള കുട്ടിയാണ്. തൃശ്ശൂരിൽ അവരുടെ അമ്മ അവിടുത്തെ കളക്ട്രേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ദേവരാഗിൻ്റെ അച്ഛൻ വയനാട് കളക്ട്രേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ മാറ്റി നിർത്താൻ കഴിവുണ്ടെങ്കിൽ ആരൊക്കെയോ ഇതിനിടയ്ക്ക് ഒഴിവാക്കിയതാണ്. അവരെ ഒഴിവാക്കിയിട്ട് അക്ഷയെ ഇടുക്കിയിലാണ് അക്ഷയുടെ വീട്. അപ്പോൾ അതാരാ ഒഴിവാക്കിയെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവർ 3 പേരും നേരിട്ട് പങ്കുള്ളവരാണ്.
അല്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് ആൺകുട്ടികൾക്കും ഞങ്ങളുമായിട്ട് നല്ല പരിചയം ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്നാം പ്രതികളിൽ വരേണ്ടവരാണ്. ഇതുവരെ ഒന്നിനും വന്നിട്ടില്ല. പിന്നെ അന്ന് ഞങ്ങൾ ആ രണ്ടാമത് അന്വേഷണം കോടതി നടപ്പാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് വാക്ക് തന്നതാണ്, ഇവരെ മൂന്നുപേരെയും കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെ കേസിൽ എന്താ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്. പിന്നെ നമുക്ക് നഷ്ടമായ സാധനങ്ങൾ, അവൻ ഉപയോഗിച്ച ഒരു സാധനം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പേഴ്സ്, കണ്ണട, വാച്ച്, ബെൽറ്റ്, ഇതൊക്കെ ഇല്ലാതിരിക്കും ഒരു കുട്ടിക്ക്. അപ്പോൾ അതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുവരെ അതൊന്നും അറിഞ്ഞിട്ടില്ല. CBI അന്വേഷണം തന്നെയാണല്ലേ അവസാനത്തെ പിടിവള്ളി? അത് നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതീക്ഷിക്കുന്നു, സത്യം തെളിയും എന്നുള്ള രീതി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇനിയുള്ള അവസാനത്തെ കച്ചിത്തുറുമ്പ്. CBI ആണ് അതിനുള്ള പ്രതീക്ഷ. CBIയിലൂടെ തങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നൊരു വിശ്വാസത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. വിജു സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. ഒരമ്മയുടെ വേദന, കണ്ണുനീർ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അവർ അത്രമാത്രം പ്രതീക്ഷയോടെ വളർത്തിയതാണ്, പ്രതീക്ഷയോടെ പഠിക്കാൻ അയച്ചതാണ്. അമ്മ ഇപ്പോഴും മകൻ ജീവൻ ഒടുക്കിയെന്ന് പറയുന്നില്ല. അമ്മ കുറച്ച് ദുരൂഹതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മകന്റെ ബെൽറ്റ് കിട്ടിയില്ല, പേന കിട്ടിയില്ല, പുസ്തകം കിട്ടിയില്ല, ഒരു സാധനങ്ങളും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ ആ സാധനങ്ങളൊന്നും അന്വേഷണ സംഘം കൈമാറാതെ? അതൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്താണ് ഒളിപ്പിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. CBIയിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.